നമസ്കാരം. +1 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാസും ലെങ്തും ടൈമുമാണ്. ഇന്ന് നമുക്ക് മെഷർമെന്റ് ഓഫ് ലെങ്ത്, മെഷർമെന്റ് ഓഫ് മാസ്, മെഷർമെന്റ് ഓഫ് ടൈം ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് നീളം അളക്കാനുള്ള ഏതാനും ഉപകരണങ്ങൾ പരിചയപ്പെടാം. ആദ്യം തന്നെ മീറ്റർ സ്കെയിൽ. നമ്മുടെ കയ്യിലുള്ള സ്കെയില്, ജോമെട്രി ബോക്സിലുള്ള സ്കെയില് 15 സെന്റിമീറ്റർ നീളമുള്ളതാണ്. മീറ്റർ സ്കെയിൽ എന്നാൽ 1 മീറ്റർ നീളമുള്ളതാണ്. അതുപയോഗിച്ച് ബെഞ്ച്, ഡെസ്ക് ഇതുപോലുള്ള മീറ്ററിന്റെ ഗുണിതങ്ങളായി വരുന്ന നീളങ്ങൾ എല്ലാം വളരെ എളുപ്പത്തിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 1 മീറ്റർ സ്കെയിലില് ഏറ്റവും ചെറിയ മെഷർമെന്റ് എത്രയാണ് എടുക്കാൻ സാധിക്കുക? അടുത്തടുത്തുള്ള 2 ഡിവിഷനുകൾക്കിടയിൽ ഉള്ള ഡിസ്റ്റൻസ് 1 മില്ലിമീറ്റർ ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയും മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് 1 മില്ലിമീറ്റർ ആണ്. ലീസ്റ്റ് കൗണ്ട് എന്ന് ഒരു ഉപകരണം ഉപയോഗിച്ച് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ്. മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് 1 മില്ലിമീറ്റർ ആണ്. 1 മില്ലിമീറ്റർ എന്നാൽ 1001 മീറ്റർ ആണ്. അല്ലെങ്കിൽ 10⁻³ മീറ്റർ ആണ്. മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് 1001 മീറ്റർ അല്ലെങ്കിൽ 10⁻³ മീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത ഉപകരണം വെർനിയർ കാലിപ്പേഴ്സ് എന്നതാണ്. വെർനിയർ കാലിപ്പേഴ്സില് 1 മില്ലിമീറ്ററിനേക്കാളും ചെറിയ മെഷർമെന്റ്സ് എടുക്കുവാനായി സാധിക്കും. അതായത് വെർനിയർ കാലിപ്പേഴ്സിന്റെ ലീസ്റ്റ് കൗണ്ട് മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ടായ 1 മില്ലിമീറ്ററിനേക്കാളും ചെറുതാണ്. എത്രയാണ് വെർനിയർ കാലിപ്പേഴ്സിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് നോക്കാം. അതിനുവേണ്ടി ഉപകരണം പരിചയപ്പെടണം. എന്താണ് വെർനിയർ കാലിപ്പേഴ്സ്? വെർനിയർ കാലിപ്പേഴ്സിൽ 2 സ്കെയിലുകളാണുള്ളത്. ഒരു മെയിൻ സ്കെയിലും മറ്റൊന്ന് വെർനിയർ സ്കെയിലും. വെർനിയർ സ്കെയിൽ എന്നുള്ളത് മെയിൻ സ്കെയിലിൽ കൂടി മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. വെർനിയർ സ്കെയിലിൽ 10 ഡിവിഷനുകളാണുള്ളത്. മെയിൻ സ്കെയിൽ സാധാരണ സ്കെയിൽ പോലെ തന്നെയാണുള്ളത്. ഈ വെർനിയർ കാലിപ്പേഴ്സിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് കണക്കാക്കാനുള്ള ഇക്വേഷൻ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് എന്നാണ്. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 മില്ലിമീറ്റർ ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ 10 ആണ്. സോ 1/10 = 0.1 മില്ലിമീറ്റർ എന്ന് കിട്ടും. നമ്മൾക്ക് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് 1 മില്ലിമീറ്റർ ആയിരുന്നു മെഷർ ചെയ്യാൻ പറ്റിയിരുന്നത്. വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ച് അതിനേക്കാളും ചെറുത്, അതിന്റെ 10 വാല്യൂ വരെ കൃത്യമായി മെഷർ ചെയ്യാൻ സാധിക്കും. 0.1 മില്ലിമീറ്റർ വരെ മെഷർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വെർനിയർ കാലിപ്പേഴ്സിന്റെ ലീസ്റ്റ് കൗണ്ട് 0.1 മില്ലിമീറ്റർ ആണ്. 0.1 മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 10 കൊണ്ട് ഹരിക്കണം. കാരണം 10 മില്ലിമീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ. therefore least count of vernier calipers is 0.1 millimeter equal to 0.1 millimeter divided by 10 equal to 0.01 centimeter. ഓക്കെ, ഇനി ഒരു ചെറിയ സ്ഫിയറിന്റെ ഡയമീറ്റർ എങ്ങനെയാണ് വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ച് എടുക്കുക? അതിനുള്ള ഇക്വേഷൻ MSR + VSR × LC എന്നുള്ളതാണ്. MSR എന്നാൽ മെയിൻ സ്കെയിൽ റീഡിംഗ്, VSR എന്നാൽ വെർനിയർ സ്കെയിൽ റീഡിംഗ്, LC എന്നാൽ ലീസ്റ്റ് കൗണ്ട്. MSR എന്നുള്ളത് വെർനിയർ സ്കെയിലിലെ 0ക്ക് തൊട്ട് മുന്നിലുള്ള മെയിൻ സ്കെയിലിലെ റീഡിംഗ് ആണ്. VSR എന്നാൽ വെർനിയർ സ്കെയിലിലെ 0 മുതൽ 10 വരെയുള്ള ഡിവിഷനുകളിൽ ഏതെങ്കിലും ഒന്ന് മെയിൻ സ്കെയിൽ റീഡിംഗുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ആ വാല്യൂവിനെയാണ് വെർനിയർ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുക. ലീസ്റ്റ് കൗണ്ട് നമ്മുടെ 0.01 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ വിശദമായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്താലേ പറ്റുള്ളൂ. നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇക്വേഷൻ മനസ്സിലാക്കുക. വെർനിയർ കാലിപ്പേഴ്സിൽ ഉപയോഗിച്ച് ഒരു വസ്തുവിന്റെ, ഒരു സ്ഫിയറിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MSR + VSR × LC. ഇപ്പം നീളം മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ പൊതുവിൽ ഇത് തന്നെയാണ്. MSR + VSR × LC എന്നുള്ളതാണ്. 1 മില്ലിമീറ്റർ ലീസ്റ്റ് കൗണ്ട് ഉള്ള
മീറ്റർ സ്കെയിലിനും 0.1 മില്ലിമീറ്റർ ലീസ്റ്റ് കൗണ്ടുള്ള വെർനിയർ കാലിപ്പേഴ്സിന് ശേഷം അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്ന ഉപകരണമാണ് 0.01 മില്ലിമീറ്റർ ലീസ്റ്റ് കൗണ്ടുള്ള സ്ക്രൂ ഗേജ്. സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ 0.01 മില്ലിമീറ്റർ ആണ്. എങ്ങനെയാണ് 0.01 മില്ലിമീറ്റർ സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞത്? അതിനുവേണ്ടി ഉപകരണം പരിചയപ്പെടണം. സ്ക്രൂ ഗേജിൽ 2 സ്കെയിലുകളാണുള്ളത്, വെർനിയർ കാലിപ്പേഴ്സിലെ പോലെ തന്നെ. ഇവിടുത്തെ സ്കെയിലുകളെ പറയുന്ന പേര് പിച്ച് സ്കെയിൽ എന്നും ഹെഡ് സ്കെയിൽ എന്നുമാണ്. പിച്ച് സ്കെയിൽ സാധാരണ സ്കെയിൽ പോലെ തന്നെ. ഹെഡ് സ്കെയിലിൽ 100 ഡിവിഷൻസ് ഉണ്ട്. ഇനി ഈ ഹെഡ് സ്കെയിലിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിച്ച് സ്കെയിലിൽ മൂവ്മെന്റ് ഉണ്ടാകുന്നതായി കാണാൻ പറ്റും. ഒരു പ്രാവശ്യം ഹെഡ് സ്കെയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിച്ച് സ്കെയിലിൽ 1 മില്ലിമീറ്റർ മൂവ് ചെയ്യുന്നതായി കാണാം. 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ 2 മില്ലിമീറ്റർ മൂവ് ചെയ്യും. 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ 3 മില്ലിമീറ്റർ മൂവ് ചെയ്യും. അങ്ങനെ 10 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ 10 മില്ലിമീറ്റർ മൂവ് ചെയ്യും. അങ്ങനെ പിച്ച് ഓഫ് ദ സ്ക്രൂ ഈക്വൽ ടു ഡിസ്റ്റൻസ് മൂവ്ഡ് ഫോർ 10 rotations divided by 10, okay, which is 1 millimeter. Least count is calculated using the equation pitch divided by number of divisions on the head scale, okay, that is 1 millimeter divided by 100 equal to 0.01 millimeter. So least count, screw gauge inde least count 0.01 millimeter എന്ന് കിട്ടി. ഇനി മെഷർമെന്റ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അതിനുവേണ്ടി ആദ്യം ഈ സ്ക്രൂ ഗേജിന് എറർ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്താണ് എറർ? സ്ക്രൂ ഗേജിലെ ജോസ് രണ്ടും കൂടി ചേർത്ത് വരത്തക്ക രീതിയിൽ ആദ്യം ഒരു ടിക് ശബ്ദം കേൾക്കുന്നത് വരെ ജോയിൻ ചെയ്യിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിച്ച് സ്കെയിലിലെ 0യും ഹെഡ് സ്കെയിലിലെ 0യും കോയിൻസൈഡ് ചെയ്ത് വന്നാൽ എറർ ഇല്ല. പിച്ച് സ്കെയിലിലെ 0യുടെ താഴെയാണ് ഹെഡ് സ്കെയിലിലെ 0 വരുന്നതെങ്കിൽ എറർ നെഗറ്റീവ് എന്ന് പറയും. നമ്മുടെ ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ 5 ഡിവിഷൻ താഴെയായിട്ടാണ് 0 വന്നിരിക്കുന്നത്. അതുകൊണ്ട് 0 എറർ -5 എന്ന് പറഞ്ഞു. ഇനി 0 എറർ പോസിറ്റീവ് ആകുന്നത് എപ്പോഴാണ്? അതായത് ഹെഡ് സ്കെയിലിലെ 95ഉം പിച്ച് സ്കെയിലിലെ 0യും കൂടി ജോയിൻ ചെയ്ത് വരികയാണെങ്കിൽ, ഒരേപോലെ വരികയാണെങ്കിൽ 5 ഡിവിഷൻ മുകളിലായിട്ടാണ് ഹെഡ് സ്കെയിലിലെ 0 വന്നിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ നമുക്ക് 0 എറർ +5 എന്ന് കണക്കാക്കാം. നമ്മളിവിടെ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വയറിന്റെ ഡയമീറ്റർ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുന്നത് ഈ കേസാണ്, എറർ പോസിറ്റീവ് ആയിട്ടുള്ള കേസാണ്. ഓക്കെ, 0 എറർ +5 വരുന്ന കേസാണ് എടുക്കുന്നത്. നോക്കിക്കോളൂ. ഹൗ ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് എ വയർ യൂസിങ് സ്ക്രൂ ഗേജ്. ഡയമീറ്റർ കണക്കാക്കാനുള്ള ഇക്വേഷൻ PSR പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു LC എന്നതാണ്. PSR 0 റീഡിംഗ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഹെഡ് സ്കെയിലിലെ റീഡിംഗ് കോയിൻസൈഡ് ചെയ്ത് വന്നത് 63-നാണ്. നമുക്ക് എറർ ഉണ്ടായിരുന്നു +5 ആണ്. അതുകൊണ്ട് കറക്റ്റഡ് HSR എന്ന് പറയുന്നത് 63ന്റെ കൂടെ 5 കൂട്ടണം, അപ്പോൾ 68 കിട്ടും. പിന്നെ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് ആ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 68 ഇൻറ്റു 0.01 ഈക്വൽ ടു 0.68. സോ ഡയമീറ്റർ ഈക്വൽ ടു PSR 0 പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു LC 0.68. 0 പ്ലസ് 0.68 ഈക്വൽ ടു 0.68 മില്ലിമീറ്റർ എന്ന് കിട്ടുന്നതായിരിക്കും. സോ വി ഹാവ് familiarized here 3 measuring instruments: meter scale, vernier calipers and screw gauge. സ്ക്രൂ ഗേജും വെർനിയർ കാലിപ്പേഴ്സും പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇൻസ്ട്രുമെന്റുകളാണ്. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. Parallax method enables to measure the distance between far away objects. Example, Sun and Earth. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം കണക്കാക്കണമെന്നിരിക്കട്ടെ. എങ്ങനെ കണക്കാക്കാം? അതിനുവേണ്ടി ഭൗമോപരിതലത്തിലെ 2 സ്ഥലങ്ങൾ എയും ബിയും ആണെന്നിരിക്കട്ടെ.
എയിൽ നിന്നും ബിയിൽ നിന്നും സൂര്യനെ നിരീക്ഷിക്കുക. നിരീക്ഷിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കുക. സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ബി ആണെന്നിരിക്കട്ടെ. സൂര്യനിലേക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും ഉള്ള ദൂരം ഡി ആണെന്നും ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ കണക്കാക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആംഗിൾ തീറ്റ ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, ഒരു വൃത്തത്തിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ കണക്കാക്കാനുള്ള ഇക്വേഷനാണ് ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നുള്ളത്. സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റ വളരെ ചെറുതാണെങ്കിൽ ആർക്ക് എ ബി എന്ന് പറയുന്ന ഭാഗം സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിക്ക് തുല്യമായി കണക്കാക്കാവുന്നതാണ്. സോ ആർക്ക് ബൈ റേഡിയസ് ഡി ആണ്. ദാറ്റ് ഈസ് ബി ബൈ സ്മോൾ ബി ബൈ ക്യാപിറ്റൽ ഡി ഈക്വൽ ടു തീറ്റ എന്നുള്ള ഇക്വേഷൻ കിട്ടും. എപ്പോഴാണ്? ആംഗിൾ തീറ്റ വളരെ ചെറുതായിരിക്കുമ്പോൾ. അതിൽ നിന്നും ഡിസ്റ്റൻസിനെ ബി ബൈ തീറ്റ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ദിസ് ഈസ് പാരലാക്സ് മെത്തേഡ്. നോക്കിക്കോളൂ. മെഷർ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഡിറക്ഷൻസ് അലോങ് വിച്ച് ദ സൺ ഈസ് വ്യൂഡ് അറ്റ് ദീസ് 2 points. അപ്പോൾ ആംഗിൾ മെഷർ ചെയ്യാൻ പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. എയിൽ നിന്നും ബിയിൽ നിന്നും ഉള്ള ആംഗിൾ മെഷർ ചെയ്തിട്ട് അത് രണ്ടും കൂടി ചേർന്ന് വരുന്നതായിരിക്കും തീറ്റ എന്നുള്ള ടോട്ടൽ ആംഗിള്. സോ ദിസ് ആംഗിൾ ഈസ് കോൾഡ് പാരലാക്സ് ആംഗിൾ ഓർ പാരലറ്റിക് ആംഗിൾ. സൂര്യൻ വളരെ ദൂരെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ഥലങ്ങൾ തമ്മിലുള്ള അകലത്തെ അപേക്ഷിച്ച് സൂര്യനിലേക്കുള്ള ദൂരം ക്യാപിറ്റൽ ഡി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ തീറ്റ എന്നുള്ളത് വളരെ ചെറിയൊരു ആംഗിൾ ആണ്. അങ്ങനെ ആകുമ്പോൾ വി ക്യാൻ ടേക്ക് എ ബി ആസ് ആൻ ആർക്ക് ഓഫ് ലെങ്ത് ബി ഓഫ് ദി സർക്കിൾ വിത്ത് സെന്റർ എസ് ആൻഡ് ഡി ആസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. ദെൻ ബൈ ദി ഇക്വേഷൻ theta equal to arc by radius, theta equal to small b by capital D. The distance capital D between earth and sun can be calculated as capital D equal to b by theta. Okay. Next, let us discuss range of lengths. ഏറ്റവും ചെറിയ ലെങ്ത് മുതൽ വലിയ ലെങ്ത് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈസ് ഓഫ് എ പ്രോട്ടോൺ 10⁻⁻15 മീറ്റർ, അറ്റോമിക് ന്യൂക്ലിയസ് 10⁻⁻14 മീറ്റർ, സൈസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഓർ റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻10 മീറ്റർ. ഇതിനെ 1 ആങ്സ്ട്രം എന്ന് പറയും. 1 ക്യാപിറ്റൽ എ ഇട്ടിട്ട് എയുടെ മുകളിൽ 0 ഇടണം. അതാണ് 1 ആങ്സ്ട്രം. പിന്നെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് 10⁻⁻7 മീറ്റർ. റേഡിയസ് ഓഫ് ദി എർത്ത് 6500 കിലോമീറ്റർ. അതിനെ മീറ്റർ ആക്കുമ്പോൾ ഏകദേശം 10⁻7 മീറ്റർ ഓർഡറിൽ കിട്ടും. ഡിസ്റ്റൻസ് ഓഫ് മൂൺ ഫ്രം ദി എർത്ത് 10⁻8 മീറ്റർ. ഭൂമിയും സൂര്യനുമായുള്ള അകലം 10⁻11 മീറ്റർ. ഓക്കെ, ഇനി മറ്റ് ചില നീളങ്ങളെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. 1 ഫെർമി എന്നാൽ വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. 10⁻⁻15 മീറ്റർ ആണ്. 1 ആങ്സ്ട്രം നേരത്തെ പരിചയപ്പെട്ടു, 10⁻10 മീറ്റർ. 1a സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് 0 കൊടുക്കേണ്ടത്. ഇവിടെ ചരിച്ചാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. ഇനി 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയും സൂര്യനുമായുള്ള ഡിസ്റ്റൻസ് ആണ്. 1.496 × 10⁻11 മീറ്റർ ആണ്. 1 ലൈറ്റ് ഇയർ എന്നാൽ പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. പ്രകാശം 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അങ്ങനെ 365 ദിവസം കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്ന് കണക്കാക്കിയാൽ 3 × 10⁸ × 365.25 × 24 × 60 × 60 അത്രയും കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും 9.46 × 10⁻15 മീറ്റർ എന്നുള്ളത്. ഇനി 1 പാസെക് മറ്റൊരു വലിയ ഡിസ്റ്റൻസ് ആണ്. 1 പാസെക് അത് 3.26 ലൈറ്റ് ഇയർ ആണ്. അതിന്റെ മൂല്യം 3.08 × 10⁻16 മീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റേഞ്ച് ഓഫ് ലെങ്ത്തും നമ്മൾ പരിചയപ്പെട്ടു.
ലാസ്റ്റ് ഈസ് മെഷർമെന്റ് ഓഫ് ടൈം. നമുക്കറിയാം സമയത്തിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. സെക്കൻഡിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു വലിയ സംഖ്യ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഏറ്റവും ചെറിയ ഒരു ടൈം മുതൽ ഏറ്റവും വലിയൊരു ടൈം വരെ കാണിച്ചിട്ടുണ്ട്. ചെറിയ ടൈം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്പാൻ ഓഫ് ദ മോസ്റ്റ് അൺസ്റ്റേബിൾ പാർട്ടിക്കിൾ, it is 10 power minus 24 second. Then the age of universe is 10 power 17 second. സെക്കൻഡ് എന്ന് മതി, സെക്കൻഡ്സ് എന്ന് വേണ്ട, സിംഗുലർ ആയിട്ടാണ് യൂണിറ്റ് പറയുക. സോ 10 power 17 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മതി. ഏജ് ഓഫ് യൂണിവേഴ്സ്. നമ്മുടെ SI യൂണിറ്റ് സെക്കൻഡ് ആയതുകൊണ്ടാണ് ഈ വാല്യൂസ് എല്ലാം സെക്കൻഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ടൈം മെഷർ ചെയ്യാൻ കുറെ പ്രാക്ടിക്കൽ യൂണിറ്റുകളുമുണ്ട്. സോളാർ ഡേ, സോളാർ ഇയർ, ലീപ്പ് ഇയർ, ലൂണാർ മന്ത്, ഇങ്ങനെയൊക്കെയുള്ള മറ്റ് പ്രാക്ടിക്കൽ യൂണിറ്റുകളും സമയം മെഷർ ചെയ്യാനായിട്ടുണ്ട്. സോളാർ ഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദി എർത്ത് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു ദി സൺ. ഇനി സോളാർ ഇയർ എന്നാൽ time taken by the earth to complete one revolution around the sun in its own orbit. Okay, അത് 365 സോളാർ ഡേയ്സ് ആയിരിക്കും ഒരു സോളാർ ഇയർ എന്നുള്ളത്. സെക്കൻഡിലേക്ക് മാറ്റണം, അതിനുവേണ്ടി 365.25 into 24 into 60 into 60 അത്രയും സെക്കൻഡ് ആയിരിക്കും. പിന്നെ ലീപ്പ് ഇയർ നമുക്കറിയാം. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? the year which is divisible by 4 and in which the month of February has 29 days is called a leap year. അതും സെക്കൻഡിലേക്ക് മാറ്റണം. പിന്നെ ലൂണാർ മന്ത് എന്നാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ മൂൺ ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ അറൌണ്ട് ദ എർത്ത് ഇൻ ഇറ്റ്സ് ഓൺ ഓർബിറ്റ്. ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റി സഞ്ചരിക്കാൻ ചന്ദ്രൻ എത്ര സമയം വേണം? അത് 27.3 days ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത് മെഷർമെന്റ് ഓഫ് ലെങ്ത്, മെഷർമെന്റ് ഓഫ് മാസ്, മെഷർമെന്റ് ഓഫ് ടൈം മനസ്സിലായി കാണും എന്നാണ് വിശ്വാസം.